ഇത്തവണ കലോത്സവത്തിലെ വേറിട്ട കാഴ്ചകളിലൊന്നായിരുന്നു കയ്യിൽ ക്യാമറയുമേന്തി കലോത്സവം കവർ ചെയ്യുന്ന കുട്ടികളുടെ സംഘങ്ങൾ. ലിറ്റിൽ കൈറ്റ്സിൽ പരിശീലനം സിദ്ധിച്ച കുട്ടികളാണ് കലോത്സവത്തിലെ ഓരോ പരിപാടികളും ക്യാമറയിലാക്കിയത്. സ്കൂളുകളിൽ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പദ്ധതി നടപ്പിലാക്കിയതുപോലെ കുട്ടികൾക്കായി രൂപീകരിക്കപ്പെട്ട IT ക്ലബ്ബുകളാണ് ലിറ്റിൽ കൈറ്റ്സ്. വിവരവിനിമയ സാങ്കേതിക രംഗത്തെ നൂതനമായ കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. ഈ വർഷമാണ് വ്യാപകമായിട്ട് നമ്മൾ എല്ലാ സ്കൂളുകളിലെയും കൈറ്റിന്റെ കീഴിലുള്ള ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിൽ കുട്ടികൾക്ക് ക്യാമറ പരിശീലനം നൽകുകയും അവരെ ഈ ജില്ലാ കലോത്സവത്തിൻ്റെ ഡോക്യുമെൻറ്റേഷന് വേണ്ടി അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് അവരെ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. കുട്ടികൾക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കൈറ്റ് തന്നെ തന്നിട്ടുള്ള ഓരോ സ്കൂളിലുള്ള ക്യാമറകൾ ഉപയോഗിച്ച് പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികളാണ് ഇന്ന് ഇവിടെ ഇത് വേദി 18 ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ GVHS സത്തോളിയിലെ കുട്ടികൾ ഇവിടെ ഡോക്യുമെൻറ്റേഷനിലുണ്ട്. ഇപ്പോഴും പരിപാടി തീർന്നിട്ടില്ല. സന്തോഷത്തോടു കൂടെ അവരത് നടത്തിക്കൊണ്ടുപോകും. ലിറ്റിൽ കൈറ്റ്സിൽ പരിശീലനം സിദ്ധിച്ച കുട്ടികളാണ് പ്രൊഫഷണൽ ക്യാമറകളുമേന്തി വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ഇത്തവണ റവന്യൂ ജില്ലാ കലോത്സവം റെക്കോർഡ് ചെയ്തത്. എല്ലാ ആഴ്ചയിലും ക്ലാസ് സമയത്തിന് പുറമെ 1 മണിക്കൂർ സമയം കണ്ടെത്തിയാണ് കുട്ടികൾ ഇതിനായി പരിശീലനം തേടിയത്. ഞങ്ങൾ GVHS സത്തോളി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ് സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾക്ക് ഇവിടെ കലോത്സവത്തിന് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് സ്കൂളിൽ ക്യാമ്പിൽ സെലക്ഷൻ കിട്ടിയോണ്ട് സബ് ജില്ലയിൽ കിട്ടി. അവിടുന്ന് നല്ല ക്യാമ്പായിരുന്നു. സാറുമാരെ നല്ല പരിശീലനം കൊണ്ട് ജില്ലയിലേക്ക് കലോത്സവത്തിന് ഡോക്യുമെന്റേഷൻ കിട്ടാം. ഇവിടെ ഞങ്ങൾ വീഡിയോ ഡോക്യുമെന്റേഷൻ ഉണ്ടാക്കുക, അതെല്ലാം കൂടി കളക്ട് ചെയ്ത് ഇവിടെ സ്കൂളിന് വേണ്ടി ഞങ്ങൾ കൊടുക്കുകയാണ്. പെൻഡ്രൈവിലാക്കി കൊടുക്കാനാണ് പറഞ്ഞത്. നല്ല എക്സ്പീരിയൻസ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. ക്യാമറയ്ക്ക് പുറമെ പ്രോഗ്രാമിംഗ്, ആനിമേഷൻ, DTP, റോബോട്ടിക് ഇലക്ട്രോണിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതലായവയിലും ഇവർക്ക് പരിശീലനം നൽകി വരുന്നുണ്ട്. ACV ന്യൂസ്, കോഴിക്കോട്.